ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനയും സന്ധ്യയുമാണ്. അന്ന് സന്ധ്യ ഡോക്ടറിനെ വീട്ടിൽ കൊണ്ടുവിട്ട ദിവസം ഓർമ്മയുണ്ടോ? അന്ന് മദ്യപിച്ച് ലക്ക് കെട്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് ചെന്നത്. അന്ന് പറ്റിയൊരു കയ്യബദ്ധമായിരുന്നു ആ കുഞ്ഞ്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ആ കാര്യം ഓർമ്മയേയില്ല. അതിൽ ഞാൻ നിരപരാധിയാണെന്ന് തോന്നിയത് കൊണ്ടാകാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഒരിക്കലും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരില്ലെന്നും നന്ദൻ പറയുന്നു. സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞു പിറക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അതിൽ പരം സന്തോഷം വേറെയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ സന്തോഷിക്കുന്നത് സന്ധ്യ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവന്തികയെ ഒരു ഭാര്യയായിട്ട് ഞാൻ കാണുന്നതേയില്ല. നെല്ലിശ്ശേരി സേതുമാധവന്റെ ചോരയിൽ പിറന്ന എനിക്ക് അവന്തികയിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. തക്കം കിട്ടിയാലേ അവളെ ഇപ്പോഴും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കിപ്പോഴുമുള്ളൂ. മറ്റെന്തെങ്കിലും കാരണമുണ്ടാക്കി അവളെ ഞാനും അർച്ചനയും ചേർന്ന് ഉടൻ തന്നെ നെല്ലിശ്ശേരിയിൽ നിന്നും ഇറക്കി വിടും. എന്നെ എത്രത്തോളം സന്ധ്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവന്തിക ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായി കാണുകയില്ല. ഇപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടിന് സോറി. ഞാനിനി ഒരിക്കലും സന്ധ്യയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയെ വിളിച്ചുകൊണ്ട് പോകാനായി അനൂപും ആവണിയും മാഷും കമലയും കൂടി എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ ആതിരാൻ്റെയും കൂടെ അമ്മയും കൊണ്ടുപോകാൻ വേണ്ടിയാ വന്നതെന്ന് ആവണി പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അതെന്താ എന്നെ കൊണ്ടുപോകില്ലേ? അതിന് ആൻറ്റി ഗർഭിണിയല്ലല്ലോ. ഗർഭിണിയാകുമ്പോൾ ആൻറ്റിയെ ഞങ്ങൾ കൊണ്ടുപോകാം. ഇത് കേൾക്കുന്ന അർച്ചന വിഷമത്തോടെ ആവണിയെ നോക്കുകയാണ്. മോളെ, ആതിര റെഡിയായില്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ അവളെ നന്നായി നോക്കണമെന്നും അവൾ അങ്ങോട്ടേക്ക് വരുന്നതിനോട് ഇവിടെ ആർക്കും ഒരു താല്പര്യമില്ലെന്നും അർച്ചന പറയുന്നു. അമ്മയും മീരയും ഒക്കെ ഉണ്ടല്ലോ, അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകില്ലെന്ന് അനൂപ് പറയുന്നു. അതേസമയം സച്ചി പുറത്തേക്ക് വരികയാണ്. തുടർന്ന് സച്ചി എല്ലാവരെയും അകത്തേക്ക് സ്വീകരിക്കുന്നു. അതേസമയം ദേഷ്യത്തോടെയും വിഷമത്തോടെ നിൽക്കുകയാണ് ആതിര. താനിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് സന്ദീപ് ചോദിക്കുന്നു. അതേസമയം അർച്ചന മുകളിലേക്ക് വരികയാണ്. നീ ഇതുവരെ റെഡിയായില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഏട്ടത്തി, ഇവളിപ്പോൾ പറയുന്നത് ഇവൾ പോകുന്നില്ലെന്നാ. പോകുന്നില്ലെന്നോ? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ എല്ലാവരും താഴെ വന്നിരിക്കുന്നത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോകണ്ടെന്ന്. അപ്പോൾ നിനക്കല്ലായിരുന്നോ നിർബന്ധം? നീ വാശി പിടിച്ചതുകൊണ്ടാ ഇപ്പോൾ നിന്നെ കൊണ്ടുപോകാനായി എല്ലാവരും വന്നിരിക്കുന്നത്. ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പോകുന്നില്ലെന്ന് തീരുമാനിക്കാനും മാത്രം എന്താ ഉണ്ടായതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ദീപ് ആതിര പോയി കഴിഞ്ഞ് നമുക്കെല്ലാം പരിഹരിക്കാമെന്ന് അനഘയോട് പറഞ്ഞ കാര്യമെല്ലാം ആതിര ഓർക്കുന്നു. നിന്നോട് കാര്യം എന്താണെന്നാ ചോദിച്ചതെന്ന് അർച്ചന പറയുമ്പോൾ ആതിര പറയുകയാണ്, എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ദേ ആതിരെ, നിനക്ക് കളിക്കാനുള്ളതല്ല ഈ കാര്യങ്ങളൊന്നും. നീ വേഗം റെഡിയായി താഴേക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപിനെ വിളിച്ചുകൊണ്ട് അർച്ചന താഴേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും താഴേക്ക് വന്നിരിക്കുന്നതാണ്. ആതിരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാമെന്ന് മാഷ് പറയുമ്പോൾ ചില സമയത്തൊക്കെ മനുഷ്യര് സ്വാർത്ഥരായി പോകില്ലേ എന്നും അതുകൊണ്ടാണ് ആതിരെ ഇവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിച്ചതെന്നും സേതു പറയുന്നു. പിന്നെ സന്ദീപ് വന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. തുടർന്ന് അവന്തികയോട് എല്ലാവർക്കുമുള്ള ഭക്ഷണം എടുത്തു വെക്കാൻ നന്ദൻ പറയുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരം ധനുഷ് സ്നേഹയോട് പുറത്തേക്ക് വരാൻ ആംഗ്യം കാണിക്കുകയാണ്. ഇതെല്ലാം മീരയും അർച്ചനയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് സ്നേഹ പുറത്തേക്ക് പോകുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ധനുഷും പുറത്തേക്ക് പോകുന്നു. എന്നാൽ അർച്ചനയും മീരയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ധനുഷ് പുറത്തേക്ക് ചെല്ലുമ്പോൾ സ്നേഹ ചിരിച്ചുകൊണ്ട് ധനുഷിനെ നോക്കുകയാണ്. തുടർന്ന് സ്നേഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ധനുഷ് സ്നേഹയ്ക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ നാണത്തോടെ സ്നേഹ അകത്തേക്ക് പോകുന്നു. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വരുമ്പോൾ അർച്ചനയും മീരയും ദേഷ്യത്തോടെ നോക്കുകയാണ് രണ്ടുപേരെയും. അങ്ങനെ സ്നേഹ അകത്തേക്ക് പോകുമ്പോൾ അർച്ചനയുടെ നോട്ടം കണ്ട് ധനുഷ് പേടിയോടെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആതിരയെ യാത്രയാക്കുന്നതാണ്. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുതെന്ന് സേതു മാഷിനോട് പറയുന്നു. അങ്ങനെ അർച്ചനയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് ആതിര. കൂട്ടത്തിൽ ദേഷ്യത്തോടെ സന്ദീപിനെയും അനഘയെയും നോക്കുന്നു. ഇത് കാണുന്ന അർച്ചനയും അവരെ ശ്രദ്ധിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.